നമസ്കാരം. ഇത്തവണയും നികണ്ടേ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കേരളം സാംസ്കാരിക വൈവിധ്യം പാരമ്പര്യവും മനോഹരമായ പ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമാണ്. केरला भाजपा के अध्यक्ष श्री के सुरेंद्रन जी, राज्य प्रभारी सीपी राधाकृष्णन जी, भारतीय जनता पार्टी के अन्य प्रतिनिधिगण और यहां उमंग और उत्साह से भरे हुए भारतीय जनता पार्टी के मेरे सभी साथियों और यहाँ के मेरे नागरिक भाई और बहनों, കേരളത്തിലെ ബിജെപിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, और नीचे करो थोड़ा, माइक नीचे करो, झुकाओ उसको, अरे झुकाओ भाई. കേരളത്തിലെ ബിജെപിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, സംസ്ഥാന പ്രഭാരി ശ്രീ സിപി രാധാകൃഷ്ണൻ, ബിജെപിയുടെ മറ്റ് നേതാക്കളെ, അതുപോലെ തന്നെ ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ തീർച്ചയായിട്ടും കേരളത്തിലെ ഇവിടുത്തെ ജനങ്ങളെ, ये मेरे लिए सौभाग्य की बात है कि मैं ओणम के विशेष अवसर पर केरला आया हूं. आप सबको ओणम की बहुत बहुत शुभकामनाएं. ഇവിടെ ഓണത്തിന്റെ അവസരത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിന്റെ മഹത്തായ ആശംസകൾ ഞാൻ നേരുകയാണ്. कुछ दिन पहले ही भारत ने अपनी आजादी के 75 वर्ष पूरे किए हैं. आजादी का अमृतकाल भारत को विकसित राष्ट्र बनाने के संकल्प पर काम करने का है और इसमें केरला के परिश्रमी लोगों की बहुत बड़ी भूमिका है. കുറച്ച് ദിവസം മുമ്പ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാക്കി. ആസാദി കാ അമൃത് കാൽ, ആ കാലഘട്ടം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ അധ്വാനശീലരായ ജനങ്ങൾക്ക് വളരെയധികം സംഭാവനകൾ ചെയ്യുവാനുണ്ട്. सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के मंत्र पर चलते भाजपा की सरकार बड़े संकल्पों को सिद्धि में बदल रही है. सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, എല്ലാവരുടെയും അധ്വാനവും എല്ലാവരുടെയും വിശ്വാസവും ആർജിച്ചുകൊണ്ട് എല്ലാവരുടെയും ആ മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബിജെപിയുടെ സർക്കാർ വലിയ ലക്ഷ്യവുമായിട്ട് മുന്നേറുകയാണ്. केंद्र सरकार की सर्वोच्च प्राथमिकता गरीब, दलित, पीड़ित, वंचित, शोषित, आदिवासी सभी तक मूलभूत सुविधाओं को पहुंचाने की है. देश में आधुनिक इंफ्रास्ट्रक्चर के निर्माण की है. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ദരിദ്രർക്ക്, ദളിതർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, ശോഷിതർക്ക്, ആദിവാസികർക്ക്, മറ്റെല്ലാവർക്കും തന്നെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്.
അതിനുവേണ്ടി ആധുനിക അടിസ്ഥാന വികസനങ്ങൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. भाजपा के नेतृत्व में चल रही केंद्र की एनडीए सरकार केरल के लोगों की आवश्यकताओं और आकांक्षाओं के प्रति बहुत ही संवेदनशील है. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും അതിനനുസരിച്ചുള്ള സംവേദനക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വെക്കുന്നത്. हमारी सरकार देश के हर गरीब को पक्का घर देने का अभियान चला रही है. प्रधानमंत्री आवास योजना के तहत केरला के गरीबों के लिए भी लगभग 2 लाख पक्के घर स्वीकृत हुए हैं. मुझे खुशी है कि इसमें से 1,30,000 से ज्यादा घर पूरे किए जा चुके हैं. അതുപോലെ തന്നെ ഭാരതത്തിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള വീട് നൽകുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷം വീടുകൾ അതിനുവേണ്ടിയുള്ള നിർമ്മാണ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് എനിക്ക് പറയുവാൻ. ഏതാണ്ട് 1 ലക്ഷം വീടുകൾ അതിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. केरला के जो गरीब परिवार गंभीर बीमारी की स्थिति में इलाज नहीं करा पाते थे, ऐसे 36 लाख मरीजों ने आयुष्मान भारत योजना के तहत अपना मुफ्त इलाज करवाया है. इससे मेरे केरल के गरीब मरीजों के इतना फायदा हुआ है और गरीब मरीजों के 3,000 करोड़ रुपए खर्च होने से बचे हैं. കേരളത്തിലെ ദരിദ്രർക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിനുള്ള സാഹചര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള 36 ലക്ഷം രോഗികൾക്ക് ആയുഷ്മാൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ള രോഗികൾക്ക് എൻ്റെ കേരളത്തിലെ ഇങ്ങനെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് അങ്ങനെ ചികിത്സ നൽകുന്നതിന് വേണ്ടി 3000 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. आज केंद्र सरकार देश के हर जिले में कम से कम एक मेडिकल कॉलेज खोलने पर बल दे रही है. इस अभियान का बहुत बड़ा फायदा केरला के युवाओं को, यहां नर्सिंग की पढ़ाई करने वाली बेटियों को होने वाला है. ഇന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്തിലെ ഓരോ ജില്ലകളിലും ചുരുങ്ങിയതൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാധാന്യം നൽകുകയാണ്. ഈ പദ്ധതി കേരളത്തിലെ യുവാക്കൾക്കും പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കുന്ന പെൺകുട്ടികൾക്കും ഗുണം കിട്ടുമെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. आजादी के अमृत काल में देश आधुनिक इंफ्रास्ट्रक्चर पर बहुत ज्यादा बल दे रहा है. केरला में भी अलग अलग परियोजनाओं पर भाजपा की केंद्र सरकार करीब करीब 1 लाख करोड़ रुपए खर्च कर रही है केरल में. ഈ ആസാദി കാ അമൃത കാലത്തിൽ രാജ്യത്ത് ആധുനികമായിട്ടുള്ള അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുകയാണ്. കേരളത്തിലും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. केरला की कनेक्टिविटी पर आज जितना केंद्र सरकार फोकस कर रही है वो अभूतपूर्व है. थोड़ी देर बाद कोच्चि मेट्रो और रेलवे से जुड़े
अनेक प्रोजेक्ट का लोकार्पण और शिलान्यास भी होने वाला है। കേരളത്തിലെ കണക്ടിവിറ്റിക്ക് വേണ്ടി ഇന്ന് കേരളത്തിലെ കേന്ദ്രത്തിലെ സർക്കാർ എത്രമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് അതൊരു അഭൂതപൂർവമായിട്ടുള്ള രീതിയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ഈ കൊച്ചി മെട്രോയുടെയും അതുപോലെ തന്നെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട അനേകം പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അത് മാത്രമല്ല ശിലാസ്ഥാപനവും നടത്തുന്നുണ്ട്. रोड और हाईवे से जुड़े 50,000 करोड़ रुपए से ज्यादा के प्रोजेक्ट पर आज केरला में काम चल रहा है। पीएम ग्राम सड़क योजना के तहत बीते वर्षों में केरला के गांवों में 3,500 किलोमीटर से अधिक की सड़कें बनाई गई हैं। അതുപോലെ തന്നെ കേരളത്തിലെ ഹൈവേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 50,000 കോടി രൂപ അതിലേറെ രൂപ പ്രോജക്റ്റുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രിയുടെ ഗ്രാമ സഡക്ക് യോജനയുടെ അടിസ്ഥാനത്തിലോ കഴിഞ്ഞ വർഷങ്ങളിലോ കേരളത്തിൽ ഏതാണ്ട് 3,000 കോടി രൂപയുടെ അധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ റോഡ് വികസനത്തിന് വേണ്ടി നടത്തിയെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. केरला के हर गांव में तेज इंटरनेट हो, इसके लिए हम लगातार काम कर रहे हैं। केरला की हर ग्राम पंचायत को ऑप्टिकल फाइबर से जोड़ा जा चुका है। അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ അതിവേഗതയിലുള്ള ഇന്റർനെറ്റ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഓപ്റ്റിക്കൽ ഫൈബർ അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. हमारी सरकार देश के छोटे किसानों और हमारे मछली पालकों के हितों को लेकर भी बहुत संवेदनशील है। അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ രാജ്യത്തെ ചെറിയ ഇടത്തരം കൃഷിക്കാർക്ക് വേണ്ടിയും അതുപോലെ മത്സ്യപ്രവർത്തകർക്ക് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. पीएम किसान सम्मान निधि का लाभ केरला के 37 लाख किसान परिवारों को हो रहा है। उनके बैंक अकाउंट में अब तक लगभग 7,000 करोड़ रुपए जमा किए जा चुके हैं। അതുപോലെ തന്നെ കേരളത്തിലെ PM കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3.5 ലക്ഷം കുടുംബങ്ങൾ അതിന്റെ ഗുണങ്ങൾ കിട്ടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 37 ലക്ഷം ആ കൃഷി കുടുംബങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നു. അത് തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ये भी पहली बार हुआ है जब मछुआरों को भी किसानों की तरह ही किसान क्रेडिट कार्ड मिल रहा है। पीएम मत्स्य संपदा योजना के तहत मछुआरों की सामाजिक सुरक्षा भी सुनिश्चित हो रही है और उन्हें आधुनिक नावें भी मिल रही है। അതുപോലെ ആദ്യമായിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മത്സ്യം മീൻപിടുത്തക്കാർക്കും ക്രെഡിറ്റ് കാർഡുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണ്. മത്സ്യസമ്പദയുടെ അടിസ്ഥാനത്തിൽ ആ കൃഷിക്കാർക്ക് മത്സ്യപ്രവർത്തകർക്ക് സാമൂഹികമായിട്ടുള്ള സുരക്ഷ നൽകുകയാണ്. അങ്ങനെ സാമൂഹികമായിട്ടുള്ള സുരക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള വള്ളങ്ങൾ അവർക്ക് കൊടുക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. पूरे देश में जहां जहां राज्यों में भी भाजपा की सरकारें हैं वहां तो तेजी से विकास हो रहा है, क्योंकि डबल इंजन की सरकार है। डबल इंजन की सरकार केरल का विकास को भी नई ऊंचाई पर पहुंचा सकती है। ये भाजपा की ताकत केरला के काम आने वाली है। അതുപോലെ തന്നെ ഭാരതത്തിൽ എവിടെയൊക്കെയോ BJPയുടെ സർക്കാരുണ്ടോ അവിടെയൊക്കെ തന്നെ വികസനം
വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇരട്ടി എഞ്ചിൻ സർക്കാരാണ്. തീർച്ചയായിട്ടും ഇരട്ടി എഞ്ചിൻ സർക്കാർ ഉണ്ടാകുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനം അത്യുജ്വലമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി അതിന് ഗുണം ചെയ്യും. അത് തീർച്ചയായിട്ടും കേരളത്തിൽ BJPയുടെ ശക്തി കാണിക്കുക തന്നെ ചെയ്യും. कोरोना महामारी 100 साल के सबसे बड़े संकट के रूप में हमारे बीच आई. आज दुनिया के बड़े बड़े देश खाद्यान्न के संकट और कई गुना बड़ी महंगाई से जूझ रहे हैं. ഈ കൊറോണ മഹാമാരി ഏതാണ്ട് 100 വർഷ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി സങ്കടമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയുണ്ടായി. ഇന്ന് ലോകത്തിലെ വലിയ വലിയ രാജ്യങ്ങൾ ഭക്ഷ്യധാന്യത്തിൻ്റെ ക്ഷാമം അത് നേരിടുകയാണ്. മാത്രമല്ല വില വർധനവ് കൊണ്ട് അവരെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. इस वैश्विक महामारी के दौरान PM गरीब कल्याण योजना के तहत केरला के लगभग 1.5 करोड़ लोगों को हमारी सरकार मुफ्त राशन दे रही है. इस पर केंद्र सरकार ने 6,000 करोड़ रुपए से ज्यादा खर्च किए हैं. ഈ വിശ്വമഹാമാരിയുടെ കാലഘട്ടത്തിലോ PM ഗരീബ് കല്യാൺ യോജനയുടെ അടിസ്ഥാനത്തിലോ കേരളത്തിൽ ഏതാണ്ട് 1.5 കോടി ജനങ്ങൾക്ക് ഈ സൗജന്യ റേഷൻ കൊടുക്കുകയുണ്ടായി. ഇതിന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് 6,000 കോടി രൂപ കൂടുതലായിട്ട് ചെലവഴിച്ചു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. संकट के इस समय में भारत अपनी ठोस नीतियों और निर्णयों की वजह से विश्व में स्थायित्व और विकास का प्रमुख केंद्र बनकर उभरा है. ഈ ദുരന്തത്തിന്റെ കാലഘട്ടത്തിലോ ഭാരതം അതിൻ്റെ തനതായിട്ടുള്ള നീതിയുടെ അടിസ്ഥാനത്തിലോ നിർണായകമായിട്ടുള്ള രീതിയിലോ ഈ ലോകത്ത് ഏതാണ്ട് വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രമുഖ കേന്ദ്രമായിട്ട് ഈ ഭാരതം മാറിയിരിക്കുകയാണ്. आप सबने अखबारों में शायद पढ़ा होगा, टीवी पे सुना होगा, देखा होगा, कल जो GDP के आंकड़े आए हैं वो भारत के तेज विकास और रोजगार के बढ़ते हुए अवसर को दिखाते हैं. पिछले कुछ महीनों से GST के आंकड़े भी नए रिकॉर्ड बना रहे हैं. विकास कार्यों पर केंद्र सरकार लगातार अपना इन्वेस्टमेंट भी बढ़ा रही है. നിങ്ങൾ പത്രത്തിലും അതുപോലെ തന്നെ ടിവിയിലും നിങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടാകും. ഇന്നലെ ഏതാണ്ട് നമ്മുടെ GDPയുടെ ആ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാരതം ഏതാണ്ട് അതിവേഗത്തിലെ വികസനത്തിൻ്റെ മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് ആ ഒരു കാലഘട്ടത്തിൽ, ഈ ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി GSTയുടെ ആ വളർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും വികസനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതാണ്ട് എല്ലാ രംഗത്തും മുതൽ മുടക്ക് നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. मुझे खुशी है कि केरला के लोग अब बीजेपी को एक नई उम्मीद के रूप में देखने लगे हैं. ये केरला के लोग ये समझने लगे हैं कि भाजपा बदलाव लाने, देश और राज्य का विकास करने के लिए ईमानदारी से प्रयास करती है. ഇന്ന് എനിക്ക് പറയുവാൻ സാധിക്കും, കേരളത്തിലെ ജനങ്ങളോ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു പുതിയ പ്രതീക്ഷയോടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി മാറ്റം വരുത്തുന്നതിന് വേണ്ടി, ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു.
आज तेज विकास की राह में, युवाओं की आकांक्षाओं की राह में अगर सबसे बड़ा कोई रोड़ा है, बहुत बड़ा रोड़ा है, तो वो रोड़ा है भ्रष्टाचार। मैंने इस 15 अगस्त को लाल किले से भी कहा था कि भ्रष्टाचार के खिलाफ निर्णायक लड़ाई का समय आ गया है। ഇന്ന് വികസനത്തിന്റെ മാർഗത്തിലോ പ്രത്യേകിച്ച് യുവാക്കളുടെ പ്രതീക്ഷയുടെ മാർഗത്തിലോ ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് അഴിമതിയാണ്. ഞാൻ ആഗസ്റ്റ് 15-ന് ആ ചുവപ്പ് കോട്ടയിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി, ഈ അഴിമതിക്കെതിരെ നിർണായകമായിട്ടുള്ള യുദ്ധം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. लेकिन हम ये भी देख रहे हैं कि जैसे जैसे भ्रष्टाचारियों पर एक्शन हो रहा है, तो देश की राजनीति में नया पोलराइजेशन भी शुरू हो गया है। भ्रष्टाचार और भ्रष्टाचारियों को बचाने के लिए कुछ राजनीतिक दल खुल करके सामने आ गए हैं, संगठित होने का प्रयास कर रहे हैं। देश और केरला के लोगों को ये भ्रष्टाचारियों को बचाने वालों से लगातार सतर्क रहना है। അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, എപ്പോഴൊക്കെ ഈ അഴിമതിക്കാർക്ക് നേരെ നടപടിയെടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രീയത്തിലെ പുതിയ ധ്രുവീകരണം ഉണ്ടാകുകയാണ്. ആ അഴിമതിക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ കക്ഷികൾ തുറന്ന് രംഗത്ത് ഇറങ്ങുകയാണ്. എനിക്ക് പറയുവാനുള്ളത്, ഈ രാജ്യത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം, ഇതിനെപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. साथियों, हम ओणम का त्योहार मना रहे हैं, साथ साथ आज ऋषि पंचमी भी का दिन है। आज ऋषि पंचमी के अवसर पर मैं देश के हर ऋषि संतान को नमन करता हूं। केरला की पवित्र धरती ने ऐसी अनेक महान संतानें देश को दी है, जिन्होंने देश की चेतना को जागृत रखा। അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുന്ന അവസരത്തിലോ എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് ഋഷി പഞ്ചമി കൂടിയാണ്. ഈ ഋഷി പഞ്ചമിയുടെ അവസരത്തിലോ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഋഷി വര്യന്മാരെ ഞാൻ നമിക്കുകയാണ്. കേരളത്തിലെ ഈ പവിത്രമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് അനേകം ഈ ഋഷിവരന്മാരോ ദേശത്തുണ്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ദേശത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ചേതനയെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങളെ ഞാൻ സ്മരിക്കുകയാണ്. आदि शंकराचार्य जी ने जिस प्रकार भारत को एक सूत्र में पिरोया, भारत को आध्यात्म से जोड़ा, वो आज भी भारतीयता की मजबूत कड़ी है। ये मेरा सौभाग्य है, इस कार्यक्रम के बाद कुछ देर बाद मुझे उनके जन्म क्षेत्र में भी जाने का और उस पवित्र धरती को प्रणाम करने का सौभाग्य मिलेगा। ആദിശങ്കരൻ എങ്ങനെയാണോ ഭാരതത്തെ ഏകസൂത്രത്തിൽ കോർത്തെടുത്തത്, അതുപോലെ തന്നെ ആധ്യാത്മികതയിലൂടെ ഒന്നാക്കിയത്, ഇന്നും അദ്ദേഹത്തിൻ്റെ ആ സംഭാവന മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് പോകുകയാണ്. അദ്ദേഹത്തെ ഉണങ്ങുവാൻ വേണ്ടി പോകുകയാണ്. അതിനുവേണ്ടി എനിക്ക് തീർച്ചയായിട്ടും ആഹ്ലാദമുണ്ട്. आदि शंकराचार्य जी ने जो परंपरा स्थापित की,
उसको केरला से निकली अनेक विभूतियों ने आगे बढ़ाया, उसका विस्तार किया। पूज्य श्री नारायण गुरु, पूज्य श्री चट्टम्पी स्वामीकल, पूज्य श्री अय्या वेंकुट स्वामीकल, पूज्य महात्मा अयंकाली और अन्य गुरुओं ने समाज में फैली बुराइयों को दूर करने में बहुत ही अहम भूमिका निभाई है। ആദി ശങ്കരാചാര്യരുടെ ആ പരമ്പരയെ അദ്ദേഹം സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിൽ നിന്ന് അനേക ഋഷിവര്യന്മാര് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയുണ്ടായി. ശ്രീനാരായണ ഗുരു, ശ്രീ ചട്ടമ്പസ്വാമികൾ, ശ്രീ അയ്യ വൈകുണ്ഠസ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, അവർ അതേപോലെ തന്നെ മറ്റുള്ള ഗുരുക്കന്മാര് അവരെല്ലാം ഈ സമൂഹത്തിലെ ദുഷ്ടതകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അനാചാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെ ആ മഹത്തായിട്ടുള്ള സേവനം തീർച്ചയായിട്ടും സ്മരിക്കുകയാണ്. इन महान विभूतियों से प्रेरणा लेकर हम विकसित भारत के संकल्प को सिद्ध करेंगे। इसी कामना के साथ आप इतनी बड़ी तादाद में एयरपोर्ट पे आकर के स्वागत सम्मान कर रहे हैं। मैं आप सबका हृदय से आभार व्यक्त करता हूं और फिर एक बार ओणम की अनेक अनेक शुभकामनाएं देता हूं। അതുപോലെ തന്നെ ഈ മഹാന്മാരായിട്ടുള്ള വ്യക്തികളുടെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിലെ ഭാരതത്തെ പുതിയ ഒരു വികസന സങ്കല്പത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യം നേടുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എത്രയും വലിയ രീതിയിൽ ഈ എയർപോർട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद।